ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ വികാരി ആണ് ഞാൻ. എൻ്റെ പേര് ഫാദർ പോൾ ചുള്ളി. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പള്ളിയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. കൈക്കാരന്മാരായി ശ്രീ വർഗീസ് പൊള്ളയിൽ, രണ്ടാമത്തെ കൈക്കാരൻ ശ്രീ അഗസ്റ്റിൻ കുര്യൻ എന്നിവരാണ്. വൈസ് ചെയർമാൻ ശ്രീ ബിനു കരിയാറ്റിയാണ്. ഈ തിരുനാൾ ഏറ്റുകഴിക്കുന്നത് 313 വനിതകളാണ് ഇവരെ കൺവീനറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രീമതി കൊച്ചു തെരേസ്യ ജോസ് മൂത്തേടൻ എന്നിവരാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട അതിപുരാതന ദേവാലയങ്ങളൊന്നാണ് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളി. ഒത്തിരിയേറെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവാലയമാണ് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളി. ഈ പള്ളിയിലെ തിരുനാളാണ് ഈ ആഴ്ചയിൽ നടക്കുന്നത്. ഇന്നാണ് ഈ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസ് 50 തിരുനാളും സംയുക്തമായിട്ട് ആഘോഷിക്കുന്നതിന്റെ കൊടിയേറ്റം നടക്കുക. വൈകിട്ടത്തെ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ രീതിയിൽ പള്ളിമുറ്റത്ത് പരിശുദ്ധ കന്യകാമറിയം തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കൊടിയേറ്റം ആരംഭിക്കുന്നു. അതിനുശേഷം സാൽവെലെതിഞ്ഞും തുടർന്ന് നാടകവും ഉണ്ടായിരിക്കും. നാളെയും മറ്റന്നാളും തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒത്തിരിയേറെ പരിപാടികൾ ഈ പള്ളിയിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വൈകിട്ട് ആഘോഷമായ കുർബാനയും തുടർന്ന് കലാസന്ധ്യയും അതിനുശേഷം ഏറ്റവും ആഘോഷമായ പ്രദക്ഷിണം ഈ പള്ളിയങ്ങാടിയിലൂടെ നടത്തപ്പെടുന്നതുമാണ്. ശനിയാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രദക്ഷിണം പള്ളിയങ്ങാടിയിലൂടെ നടക്കുന്നത്. ഞായറാഴ്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുമുടി തിരുനാൾ നടക്കുന്നു. തിരുമുടി എന്ന് പറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുടിയുടെ ഒരു കഷ്ണമാണ് പരിശുദ്ധമായ അർലക്കയിൽ സൂക്ഷിച്ചിരിക്കുക. ആണ്ടുവട്ട ഒരു ദിവസം മാത്രമാണ് ഈ അർലയ്ക്ക് പുറത്തെടുക്കുക. അന്നേ ദിവസം ജാതിമത ഭേദമന്യേ ഒത്തിരിയേറെ മക്കള് തിരുമുടി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ഈ പരിശുദ്ധമായ അർലയ്ക്ക് തൊട്ട് വണങ്ങുന്നതിനും മുത്തുന്നതിനുമായിട്ട് ഒരുമിച്ച് കൂടുന്നു. നാനാജാതി മതസ്ഥരായ ഒത്തിരിയേറെ മക്കള് ഈ ദേവാലയത്തിൽ കടന്നു വരികയും എല്ലാവരും അമ്മയുടെ മാധ്യസ്ഥപേക്ഷ പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നു. എല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം അമ്മയുടെ കൃപകളും അനുഗ്രഹങ്ങളും സമർത്ഥമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബിനു കരിയാട്ടി. ഞാൻ ഈ ഇടവകയിലെ വൈസ് ചെയർമാനാണ്. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാൾ ഡിസംബർ 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് നമ്മുടെ പള്ളിയിൽ ആചരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 313ഓളം വനിതകളാണ് ഈ പെരുന്നാളിന് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ കൺവീനർ ശ്രീമതി കൊച്ചു തെരേസ്യ ജോസ് മൂത്തേടത്താണ്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ വർഷം ഞങ്ങളുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം 725 വർഷം ഇവിടെ ഇടവക സമൂഹം ഉണ്ടായിട്ട് 725 വർഷം പൂർത്തീകരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ നമ്മൾ ആ ജൂബിലി വർഷത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. ഇടവകയിലെ സ്ത്രീകളുടെ മുന്നോട്ടേക്കുള്ള ആ പ്രയാണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശാക്തീകരണം നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റെടുക്കാനായിട്ട് 313 വനിതകൾ മുന്നോട്ട് വരികയും അവരുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ പെരുന്നാൾ നടക്കുന്നത്. ഞാൻ ആലങ്ങാട് പള്ളിയുടെ കൈക്കാരനാണ്. വർഗീസ് പൊള്ളയിലെ ഫാദർ പോൾ ചുള്ളി വികാരി അച്ഛനാണ്. ഇവിടുത്തെ 2 കൈക്കാരന്മാരുണ്ട്, അതിൽ ഒരാളാണ് ഞാൻ. ഇവിടെ മാതാവിൻ്റെ അപൂർവമായ ഒരു ശേഖരമാണ് തിരുമുടി. അത് റോമിൽ നിന്നും കരിയാട്ടി പിതാവ് കൊണ്ടുവന്നതാണ്. അത് ശനിയാഴ്ചയാണ്, വർഷത്തിലൊരിക്കലേ എടുക്കുകയുള്ളൂ. അത് ശനിയാഴ്ചയാണ് അത് എടുക്കുന്നത്. അതിൽ തൊട്ടു വന്നിക്കുന്നതിനും മറ്റുമായി അനേകായിരങ്ങൾ ഇവിടെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ശനിയാഴ്ചയുണ്ട്, ഞായറാഴ്ചയുമുണ്ട്. ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ തിരുമുടി തൊട്ടു വണങ്ങുന്നതിനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അതിൽ തൊട്ടു വണങ്ങുന്ന അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ പേര് കൊച്ചുരേസ്യ ജോസ് മൂത്തേടൻ. ഞാൻ ഈ പെരുന്നാളിൻ്റെ കൺവീനറാണ്. ഈ 312 പേരടങ്ങുന്ന വനിതകളായ ക്രിസ്ത്യാനിമാരുടെ വലിയൊരു പെരുന്നാളാണ് ഈ തവണ നടത്തുന്നത്. പ്രദർശനം എടുക്കുന്നത് 312 ക്രിസ്ത്യാനിമാർ ഒരേപോലെ ഡ്രസ്സ് ഓഫിമൊറീസും എല്ലാം ഇട്ട് ഞങ്ങൾ രൂപമെടുത്ത് മാതാവിൻ്റെ രൂപം എടുത്തിട്ടാണ് പ്രദർശനം നടക്കുന്നത്. ഞായറാഴ്ചത്തെ പ്രദർശനം ഞങ്ങൾ വനിതകളായിട്ടുള്ളവരാണ് രൂപമെടുക്കുന്നത്. വിശേഷാൽ ഒരു ഇതും കൂടി വെച്ചിട്ടുണ്ട്, ശിങ്കാരിമേളം പെണ്ണുങ്ങളുടെ. തിരുമുടി മാതാവിൻ്റെ തിരുനാൾ ഭയങ്കര പ്രസിദ്ധമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഈ പെരുന്നാളിന് സ്വാഗതം ചെയ്യുന്നു. ഞാൻ റോസി ജോണി പൈനാടത്ത്, അലങ്ങാട് സെന്റ് മേരീസ് ചർച്ചിന്റെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാളും തിരുമുടി തിരുനാളുമാണ് ഇവിടെ നടക്കുന്നത്. ഈ തവണ 2024 വർഷം 313 പേരടങ്ങുന്ന വനിതകളാണ് പെരുന്നാൾ നടത്തുന്നത്. അതിന് കമ്മിറ്റിയിലെ ട്രഷററാണ് ഞാൻ. മാതാവിന്റെ തിരുമുടി ഇവിടെ അലങ്ങാട് സെന്റ് മേരീസ് ചർച്ചിന്റെ പ്രത്യേകതയാണ്. തിരുമുടി വണങ്ങുന്നതിനും അമ്പ എഴുന്നള്ളിപ്പിക്കുന്നതിനും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അങ്ങോട്ടായിട്ട് കാണിച്ചു സഞ്ചരിക്കുന്ന അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ധൂപക്കുറ്റി കൊടുത്തോനെ.